ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് അടിപൊളി മയോണൈസ് ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു വലിയ പാത്രം എടുത്ത് നമുക്കൊന്ന് ചൂടാക്കാൻ വെക്കാം. ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 4 ഉള്ളി നല്ല നീളത്തിലരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഒന്ന് നീളത്തിലരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. നമ്മൾ ഇവിടെ ഒരു അരപ്പിടിയാണ് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിലാവൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതാ ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരുന്ന വരെയാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി ചെറുങ്ങനെ കുനുകുനായി അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല ഇതിലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒക്കെ ഒരു പച്ചമണം പോകുന്നത് വരെയാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളാണ് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത് നമുക്ക് എരിവിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. ഇതിൻ്റെയും പച്ചമണം പോകുന്നത് വരെ വേണം ഇതും ഇളക്കിയെടുക്കാൻ. എന്നിട്ട് നമുക്കിതിലേക്ക് ചിക്കനാണ് ആവശ്യമുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു 2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് ഫ്രഷ് ആക്കിയിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇത് ഫ്രഷ് ആക്കാത്ത ചിക്കനാണ്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഫ്രഷ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ മസാല ഈ ചിക്കനൊക്കെ നല്ല രീതിയിൽ വേവണം. എന്നിട്ട് ഈ ഒരു കറി നല്ല രീതിയിൽ തിളക്കണം കേട്ടോ. എന്നിട്ട് ഈ സമയത്താണ് നമുക്കിതിലേക്ക് ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്യേണ്ടത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ആണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണം ഈ ചില്ലി ഫ്ലെക്സ് ഒക്കെ ഇട്ട് കൊടുക്കാൻ. ഈ ഒരു 1.5 ടേബിൾ സ്പൂൺ എന്ന് വെച്ചാൽ ഒരു നോർമൽ എരിവാണ്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു പിടി മല്ലിച്ചപ്പും കൂടിയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് കുക്കാവാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഗ്യാസിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് നല്ല രീതിയിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇതിൽ ചൂടോടെ ആറ്റം നമ്മൾ ഇതിലേക്ക് മയോണൈസ് ആഡ് ചെയ്താലും മയോണൈസൊക്കെ ഒന്ന് വെന്ത് പോകും. അതുകൊണ്ടാണ് നല്ല രീതിയിൽ തണുകിയിട്ട് മാത്രമേ നമുക്കിതിലേക്ക് മയോണൈസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ഒരു 4 മുട്ടയുടെ മയോണൈസാണ് ആഡ് ചെയ്യുന്നത്. അപ്പം മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് കുറച്ചുകൂടി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യുക. സംഭവം ഇത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഇത് നമുക്ക് പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഇവിടെ കഴിക്കുന്നത് ബട്ടൂരിൻ്റെ കൂടെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.